ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര എല്ലാവരും കാണാൻ കൊതിക്കുന്ന സഞ്ചാരികളുടെ ഒഴുക്കുള്ള ഒരു സ്ഥലത്തേക്കാണ്. മലയാളത്തിലും മറ്റു ഭാഷകളിലുമായിട്ട് 10ഓളം സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ലൊക്കേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദിലീപിൻ്റെ സിനിമയായ ദീപസ്തംഭം മഹാശ്ചര്യം, അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ കുഞ്ഞിരാമായണം, ഈ സിനിമകളുടെ എല്ലാം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അങ്ങനെ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ പല്ലാവൂരിലെ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഈ വലിയ കുന്നിൻ മുകളിലുള്ള ചെറിയ ക്ഷേത്രം ഈ അടുത്ത കാലത്താണ് സഞ്ചാരികളുടെ കണ്ണിൽ ഇടം നേടിയത്. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നതിലുപരി എന്തായിരിക്കും അവിടുത്തെ പ്രത്യേകത? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഫോട്ടോസിൽ നിന്നും വീഡിയോസിൽ നിന്നുമെല്ലാം എന്ത് വ്യത്യസ്തതയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്? ഒരു കുന്നിൻ മുകളിൽ നിന്നും കാണാവുന്ന കാഴ്ചകൾക്ക് എന്തുമാത്രം ഭംഗിയുണ്ട് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ യാത്ര. ഈ യാത്രയിലുടനീളം ചെറിയ ടാറിട്ട റോഡുകളാണ്. വീതി കുറഞ്ഞ ഈ റോഡുകൾക്ക് ഇരുവശവും നിറയെ മരങ്ങളും ചെടികളും ഉണ്ട്. ഒരു തോടിന് സമീപത്തായി വരിവരിയായി വാഴത്തൈകൾ നട്ടിരിക്കുന്നത് കാണാം. ഇവിടെ നടിയിലെല്ലാം കഴിഞ്ഞ പാടങ്ങളാണ്. ഞാറ് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മുഴുവൻ നല്ല പച്ചപ്പ് തോന്നും. ഈ സമയം വളരെ നല്ല ഫോട്ടോ ഫോക്കസ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. പല്ലാവൂരിലെ അണിക്കുരുത്തിയാണ് കറക്റ്റ് ലൊക്കേഷൻ. നീണ്ട വിശാലമായി കിടക്കുന്ന വലിയ പാറക്കെട്ടിൻ്റെ മുകളിലായിട്ടാണ് ഈ അമ്പലം വരുന്നത്. ഇത് 600 മീറ്റർ ഓടി കഴിഞ്ഞ് നമ്മൾ അമ്പലം എത്തിയിട്ടോ. ഇവിടെ തുലാമാസത്തിലെ വാവുത്സവമാണ് ഒരു പ്രധാനപ്പെട്ട വിശേഷം. പ്രത്യേക ദിവസങ്ങളിൽ ആനയും ഉണ്ടാവും. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞിട്ടുള്ള ചെറിയ വഴികളാണ്. നമുക്ക് കറക്റ്റായിട്ട് ചോദിച്ചു പോയാൽ മാത്രമേ നേരെ വഴിയിലെത്താൻ പറ്റുള്ളൂ. നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ വഴികളും ചെറിയ വഴികളാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ദർശന സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പുറത്തോടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ആദ്യമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് വിശാലമായൊരു കുന്നു മാത്രമാണ്. നമുക്കിതിൽ ഏതിലൂടെ പോയാലാണ് കറക്റ്റായിട്ട് അമ്പലത്തിന് മുന്നിലെത്തുക എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനായിട്ട് ഇവിടെ വഴി എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴി പോകാം. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലുള്ള സ്റ്റെപ്പുകൾ കാണാം. പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയ എന്ന സിനിമയിൽ ഉള്ള ഒരു സീന് ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവാം. നമുക്ക് തോന്നും ഇത് വളരെ വലിയ സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ നീളം കൂടിയ സ്റ്റെപ്പുകളാണെന്നൊക്കെ തോന്നും. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. ചെറിയ സ്റ്റെപ്പുകളാണ്. ചെറുതെന്ന് പറഞ്ഞാലും വളരെ ചെറിയ സ്റ്റെപ്പ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് താഴെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വലിയ സ്റ്റെപ്പുകളായിട്ടാണ് കാണുന്നത്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഹനുമാൻ പാദം കാണാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ കാല് കുത്തിയതിൻ്റെ തെളിവായിട്ടാണ് ഹനുമാൻ പാദം. ആദ്യമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ എഴുതി വെക്കുന്നത് വളരെ നല്ലൊരു ഇൻഫർമേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഈ അമ്പലത്തിൻ്റെ ചുറ്റും, ഈ മലയുടെ ചുറ്റും നിറയെ വിശാലമായിട്ടുള്ള നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും വീടുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇവിടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയാണുള്ളത്. മുന്നിലായി ശ്രീ ഇടുമ്പ് സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ നെല്ലിയാമ്പതിയുടെ താഴ്വാരമായിട്ടുള്ള ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുക. വളരെയധികം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പാടങ്ങളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഞാറ് നടിയിലെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വളരെ സ്വസ്ഥമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. നമ്മളൊരു യാത്ര പുറപ്പെട്ട് കൊല്ലങ്കോട്ടിലേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രം. കരികോട്ടു വാമല എന്നറിയപ്പെടുന്ന ഈ ഒരു ക്ഷേത്രം ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠ ആരംഭിച്ചതാണ്. ഏകദേശം 19ഓളം നന്നങ്ങാടികൾ ഇവിടെ കാണപ്പെടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. All I
പാലമരം വാമലയുടെ ഹൈലൈറ്റ് ആണ്. സോഷ്യൽ മീഡിയ വഴി നമ്മളെല്ലാം കണ്ടിട്ടുള്ള ചിത്രം സൂര്യോദയ സമയത്തുള്ളതോ സൂര്യാസ്തമയ സമയത്തുള്ളതോ ആയിരിക്കാം. അത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അതുപോലുള്ളൊരു സമയത്ത് ഇവിടെ എത്തിച്ചേരണം എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അത് നടന്നില്ല. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സൂര്യോദയ സമയത്തോ അല്ലെങ്കിൽ സൂര്യാസ്തമയ സമയത്തോ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും നല്ല കാഴ്ചകളായിരിക്കാം ഇവിടെ കാണാൻ കഴിയും. ഈ മരത്തിന്റെ ചുവട്ടിലായിട്ട് 2 നന്നങ്ങാടികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വാമലയുടെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു പാലമരം. അപ്പോൾ നമുക്ക് ഇനിയും വേറെ സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് ഇവിടെ നിന്നും പോവാൻ തീരുമാനിച്ചു. മല കയറാനും ഇറങ്ങാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇത് കുത്തനെയുള്ള മലയൊന്നുമല്ല, ചെറിയ സ്ലോപ്പ് മാത്രമാണുള്ളത്. ഇവിടെ രാവിലെയും വൈകിട്ടും തൊഴാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദർശന സമയമാണ്. അതുപോലെ തന്നെ ഇവിടെ മാലിന്യങ്ങളൊന്നും ഇടാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ തിരക്കുകൾ തീർന്നിട്ടുള്ളൊരു കാലം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരാളെയോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെയോ കൂട്ടി ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. മനസ്സ് തുറന്ന് സംസാരിക്കുക, തമാശകൾ പറയുക, പൊട്ടിച്ചിരിക്കുക. ഇതുപോലെ നമ്മുടെ കണ്ണെത്താത്ത സ്ഥലങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.